കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ പൊന്നോടൊക്കെ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് കാളിയമർദ്ദന കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ. കാളിയമർദ്ദന കൃഷ്ണൻ കുഞ്ഞുണ്ണികൃഷ്ണനാണ്. പട്ടികോടകം മാത്രമേ എടുത്തിട്ടുള്ളൂ. മാത്രമല്ല, നമ്മൾ ഈ വാട്ടർ റൈഡുകളിലൊക്കെ കളിക്കുമ്പോഴത്തേക്കും കുട്ടികളുടെ ഒരു മുഖഭാവല്ലേ, അതുപോലെ തോന്നിയിരുന്നു കേട്ടോ. ഉണ്ണികൃഷ്ണന്റെ ഇന്നലത്തെ ഭാഗം കുറച്ചിങ്ങനെ ബാക്കിലേക്ക് ആഞ്ഞുകൊണ്ട് കാലുകൾ ഇങ്ങനെ മടക്കിക്കൊണ്ട് നല്ല ഭംഗിയായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ആ ഇന്നലത്തെ ഭാവം കാണാനായിട്ട്. അപ്പൊ എന്തായാലും കാളിയമർദ്ദന കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. നമ്മുടെയും കാളിയന്റെ ഗർവ് ശമിപ്പിച്ച പോലെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലെ നാം എന്ന ചിന്ത ഇല്ലാതാക്കി തരട്ടെ ഗുരുവായൂരപ്പൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ മെയിനായിട്ട് ഇന്നാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 7ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസം അല്ലേ. എല്ലാവർക്കും പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. എനിക്കിതിൽ പലതും ചെയ്യാൻ സാധിച്ചിട്ടില്ല, എന്നാലും മാക്സിമം ശ്രമിച്ചു നോക്കിയിരുന്നു കേട്ടോ. ഒരു ദിവസം 12,000 നാമം ചെല്ലണമെന്നും 12 നമസ്കാരം ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴണമെന്നും 6 മണിക്ക് മുമ്പ് കുളിക്കണമെന്നും നാരായണീയം വായിക്കണമെന്നും ഒക്കെ ആയിരുന്നു നമ്മളുടെ നിബന്ധന. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ എല്ലാ ദിവസവും തൊഴാൻ സാധിച്ചിരുന്നു, നാരായണീയം വായിക്കാൻ സാധിച്ചിരുന്നു, നമസ്കരിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ 12,000 നാമം വരെ എത്തിക്കാനോ 6 മണിക്ക് മുൻപ് കുളിക്കാനോ ചില ദിവസങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടില്ല. ചില ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ഹെൽത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിരുന്നല്ലോ, പനി വരാനുള്ളൊരു ഭാവം, അതുകൊണ്ട് കുറച്ചൊക്കെ വൈകാറുണ്ടായിരുന്നു. അതൊഴിച്ച് ബാക്കിയൊക്കെ കുഴപ്പമില്ലാതെ പോയി. നിങ്ങളും ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി സാധിച്ചിട്ടില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ അടുത്ത ഒരു 7 ദിവസത്തെ കാലത്തേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക്. പേരറിയാത്ത ഒരു ഭക്തൻ ഓർ ഭക്ത ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കൃഷ്ണാരി മിത്രത്തിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത് എന്ന്. ഇതുപോലെ തന്നെയാണ് അയക്കേണ്ടത്. ഇപ്പോൾ ഒരു കമന്റ് അയക്കുകയല്ലേ ചെയ്തത്, അതേമാതിരി കമന്റ് ആയിട്ട് അറിയിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാൻ കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആവാൻ വേണ്ടി നിങ്ങളെല്ലാവർക്കും കാണാൻ പാകത്തിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ വീഡിയോന്റെ താഴെ വരുന്ന കമന്റ്സിന് തന്നെയാണ് ഞാൻ ഉത്തരങ്ങൾ കൊടുക്കാറുള്ളത്. ഇനി ഇതല്ലാതെ ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, എൻ്റെ പേര് പറയാതെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാമോ എന്ന്. ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ പേര് പറയാറുള്ളൂ കേട്ടോ. അതല്ലാതെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ചോദിക്കുന്നവരോട് ഞാൻ പേഴ്സണലി തന്നെയാണ് മറുപടി പറയാറുള്ളത്, അല്ലാതെ ഇതിൽ അവരുടെ പേര് പറയാറില്ല. ഇപ്പൊ ഞാനിത് എന്തിനാ എടുത്ത് പറയണമെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കമന്റിന്റെ താഴെ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന്റെ താഴെയായിട്ടൊരു കമന്റ് വന്നിരുന്നു, എന്തിനാണ് നിങ്ങൾ അവരുടെ പേര് പറഞ്ഞത്, അത് വേണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെത്താൻ അത് ചെയ്താൽ മതി, അതായത് അവർക്ക് പേഴ്സണലി മറുപടി കൊടുത്താൽ മതിയായിരുന്നില്ലേന്ന്. അവരെന്നോട് പേര് പറയണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പേര് പറയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക, അതാണ് വേണ്ടത് കേട്ടോ. ഇനി പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുകയോ അതല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തോളൂ. എപ്പോഴും വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല, 100% ഉറപ്പാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അത് സ്വീകരിക്കുന്നു. ആ ദേഷ്യത്തിനെ പല സമയത്തും എനിക്ക് കോൾസ് എടുക്കാൻ കഴിയാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മൂഡ്സിനനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരമ്മ എന്നെ വിളിച്ചിട്ട് 2 മിനിറ്റ് ഞാൻ സൗദിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ഫോൺ വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അവരുടെ പ്രശ്നങ്ങൾ, അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ അമ്മയ്ക്ക് വേണ്ടി അരമണിക്കൂർ കൊടുക്കുന്നതിൽ ഒരു പ്രയാസവും ഇല്ല കേട്ടോ. കാരണം ഞാൻ ഫോൺ എടുത്ത സമയം എനിക്കതിന് പാകപ്പെട്ട സമയമായിരുന്നു. നേരെ മറിച്ച് 2 മിനിറ്റ് ഒന്ന് സംസാരിക്കട്ടെ മോളെ ചോദിച്ചു ഞാൻ അടുപ്പത്ത് പാൽ വെച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ആ 2 മിനിറ്റ് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ ഇവർ ഫോൺ വയ്ക്കാത്ത എന്നൊരു തോന്നൽ വരില്ലേ. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് തന്നെ പലപ്പോഴും ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഹലോ പറയൂ എന്നുള്ള രീതിയിൽ വളരെ ഷൗട്ട് ചെയ്തിട്ട് പറയുന്ന പോലെ എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഒരു 2 മിനിറ്റ് സംസാരിച്ച് ഞാൻ കൂളാവാറുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുന്നവർക്ക് അത് അത്ര ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഭയങ്കര ഗൗരവമാണ്, ഭയങ്കര ജാടയാണ്, നേരിട്ട് കണ്ടാൽ പോലും ചിരിക്കില്ല, ഇത്തരത്തിലുള്ള കമൻറ്റും കണ്ടു. നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചിരിക്കാതിരിക്കാൻ. ഒന്ന്, നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാവും കാണുന്നത്, എനിക്ക് നിങ്ങളെ അറിയില്ല.
ഞാനെങ്ങനെയാ എന്നെ അറിയോ അറിയില്ലേ എന്ന് അറിയാത്ത ഒരാളോട് ചിരിക്കുക? നമ്മളെപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണോ നടക്കുക? ഒന്നാമത് എനിക്ക് എൻ്റെ ചിരിയിൽ വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. ഇപ്പൊ പല്ലിന് ക്ലിപ്പും കൂടി ഇട്ടപ്പോ ശരിക്കും ഒരു കോമാളി പോലെയോ ഞാൻ ചിരിച്ചു കഴിഞ്ഞു. പിന്നെ പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ചിരിച്ചു കഴിഞ്ഞാൽ വായ അടയ്ക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, മുഖമൊക്കെ പൊത്തി പിടിച്ചിട്ട് വേണ്ടി വരും ഒന്ന് വായ അടച്ചു പിടിക്കണമെങ്കിൽ. കഴിവതും അപ്പൊ എൻ്റെ ചിരി ഇപ്പൊ വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, അപ്പൊ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ചിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ഞാൻ ആബ്സെന്റ് മൈൻഡഡ് ആണ്. ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന ചിന്ത എന്നൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലുമൊക്കെ ചിന്തയിൽ ഇങ്ങനെ മുഴുകി പോണ ആളാണ്. അപ്പൊ ചിലപ്പോൾ ഐ കോണ്ടാക്ട് വന്നാലും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ അടുത്ത ഫ്രണ്ട്സിനെ അറിയാം അങ്ങനെ സംഭവിക്കുന്ന കാര്യം. കാരണം അവര് എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ സവിതേ എന്ന് വിളിച്ചാലാണ് ഞാൻ എന്താ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പറയാറുള്ളത്. അപ്പോൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതല്ലാതെ മനഃപൂർവ്വം ഒരാളോട് അഹങ്കാരം കാണിക്കാൻ മാത്രം വലിയ ആളായി ഞാൻ എന്നുള്ള തോന്നൽ എനിക്കിപ്പോഴും വന്നിട്ടില്ല. വന്നാൽ ചിലപ്പോൾ ഞാനും അഹങ്കാരം ഉണ്ടാവില്ലേ, അതറിയില്ല. എന്തായാലും തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു തോന്നൽ കൊണ്ടല്ല കേട്ടോ. അപ്പോൾ എനിക്കിത് പറയാനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്തതായിട്ട് രാജീവ് വിനോദ് എന്നൊരു ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സരിത നമസ്കാരം, ഞാൻ ആകെ വിഷമത്തിലാണ്. ഇപ്പോൾ കുറേ വിഷമത്തിൽ കൂടിയാണ് ഞാൻ പോകുന്നത്, മാനസികമായും ശാരീരികമായും. അത് മാത്രമല്ല, ഞാൻ ചെറിയൊരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയും നാരായണീയവും ഒരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. കുറേ നാളായി, പക്ഷേ ഇന്ന് താഴെ വീണു. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്? ഞാൻ കുറേ നാളായി നാരായണീയം ചൊല്ലിയിട്ട് ആ ഫോട്ടോ നോക്കിയാണ് ഞാൻ ഭഗവാനോട് സംസാരിക്കാറുള്ളതും. ഇപ്പോൾ ശാരീരികമായ അത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതൊന്നും കഴിയുന്നില്ല. ഞാൻ ഇവിടെ ഉണ്ട് എന്ന ഭഗവാന്റെ ഓർമ്മപ്പെടുത്തലാണോ? എനിക്ക് ആകെ വിഷമം. സവിത ഒരു മറുപടി തരണേ. സവിതയുടെ മറുപടി ഞാൻ ഭഗവാന്റെ വാക്കായി കാണുന്നു. തീർച്ചയായിട്ടും ഞാനിവിടെ ഉണ്ട് എന്ന് ഗുരുവായൂരപ്പനെ അറിയിച്ചത് തന്നെയാണ്. നോക്കൂ, ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. മഹാഭാരതത്തില് യുധിഷ്ഠിരൻ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, യുധിഷ്ഠിരൻ ചൂത് കളിക്കാനായിട്ട് ദുര്യോധനന്റെ അച്ഛൻ ധൃതരാഷ്ട്രരെ ക്ഷണിച്ചു. അപ്പോൾ വല്യച്ഛൻ ക്ഷണിച്ചതല്ലേ, പോവാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ യുധിഷ്ഠിരൻ ചെന്ന സമയത്ത് ചൂത് കളിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ചൂത് കളിക്കാൻ അത്ര അറിയില്ല യുധിഷ്ഠിരന്, അത്ര അറിയില്ല ദുര്യോധനനും. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, നമ്മൾ രണ്ടു കൂട്ടർക്കും ചൂത് കളിക്കാം, വാദം വെച്ചിട്ട് ചൂത് കളിക്കാം, സഭയിൽ എല്ലാവരും ഉണ്ട്, അവര് നിർണയിക്കട്ടെ ആരാണ് ജയിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് അത്ര അറിയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പകിട എൻ്റെ അമ്മാവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അമ്മാവനാണ് പകിട ഉരുട്ടി എറിയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ധർമ്മചിന്തയുള്ള കാരണം പറയുന്നത് ദുര്യോധനനല്ല, ധൃതരാഷ്ട്രർ പറഞ്ഞതിന് പ്രകാരം എന്നാണ് ദുര്യോധനൻ സംസാരിക്കുന്നത്. അപ്പോൾ വല്യച്ഛനെ ധിക്കരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം ഒന്നും മിണ്ടാതിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് അപ്പോൾ പറയാമായിരുന്നു, അങ്ങ് ശകുനിയെ ആശ്രയിക്കുന്നെങ്കിൽ ഞാൻ കൃഷ്ണനെ ആശ്രയിക്കുന്നു എന്ന്. ഒന്ന് അമ്മാവനാണെങ്കിൽ മറ്റത് അമ്മാവന്റെ മകനാണ്. അപ്പൊ ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ കൃഷ്ണനെ വിളിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ യുദ്ധമേ ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും യുധിഷ്ഠിരൻ ജയിക്കുമായിരുന്നു. ഹസ്തിനപുരം കൂടി യുധിഷ്ഠിരന്റെ കയ്യിലിരുന്നേനെ അല്ലേ. നേരം മറിച്ച് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം വിളിച്ചില്ല, ഭഗവാനെ വിളിച്ചില്ല എന്നതും പോട്ടെ, അദ്ദേഹം ആഗ്രഹിച്ചു ഭഗവാൻ അറിയരുത് എന്ന്. ആ അറിയരുത് എന്ന ആഗ്രഹം, ഭക്തന്റെ ആഗ്രഹം എന്താണോ അത് നിറവേറ്റി കൊടുക്കലാണോ ഭഗവാന്റെ ആ ഒരു ചുമതല. ഭഗവാനും വിചാരിച്ചു, അറിയരുതെന്ന് ആഗ്രഹിച്ചു, എന്നാൽ ഞാൻ അറിയുന്നില്ല എന്നിരിക്കട്ടെ എന്ന്, അല്ലെ. എല്ലാം ഭഗവാൻ നിശ്ചയിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ യുധിഷ്ഠിരന് തോന്നാൻ കാരണവും നമ്മുടെ ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വല്ലാത്ത ദുഃഖങ്ങളും വല്ലാത്ത മടുപ്പും തോന്നുന്ന സമയത്ത്, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും കേട്ടോ. എത്ര സുഖമായിട്ട് ജീവിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? നമുക്കൊന്നിനും തോന്നില്ല, ഭഗവാനെയും നമ്മൾ മറന്നുപോകും. പോകെ 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 നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകണ ഒരവസ്ഥ വരും, ഇല്ലേ? ആ സമയത്താണ് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണന്റെ ഒരു എൻട്രി, ഒരു മാസ് എൻട്രി ഉണ്ടാവും. എങ്ങനെയാ? ഇതുപോലൊക്കെ തന്നെയാണ്. നീ എന്തേ ഇത്രയും വിഷമം ഉണ്ടായിട്ടും എന്നോടിത് പറയാഞ്ഞത് എന്നൊരു ചോദ്യമാണ് ഭഗവാന്റെ. നീ എന്താ എന്നെ മറന്നോ എന്നൊരു ചോദ്യം ഉണ്ട് ഗുരുവായൂരപ്പന്റെ. ആ ഒരു ചോദ്യം കേൾക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഓടിച്ചെന്ന് ഭഗവാന്റെ പാദം കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നും നമുക്ക്. അത് മതി, അവിടെ നിന്നിട്ട് നമ്മൾ ഉയർന്നു തുടങ്ങും. പിന്നെ നമ്മളെ തോൽപ്പിച്ചാലൊന്നും തോൽക്കില്ല കേട്ടോ. ആര് വിചാരിച്ചാലും ആരെ എങ്ങനെ ശ്രമിച്ചാലും സാധ്യമല്ലാത്ത കാര്യമാണത്. ഞാൻ വെറുതെ ഒന്നും പറയില്ല.
എൻ്റെ ജീവിതമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പറയണത്. നമ്മൾ തോറ്റുപോയി, നമ്മളൊന്നും അല്ലാതായിപ്പോയി, ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചുയർന്ന് കയറി വരാൻ സാധിക്കുകയേയില്ല എന്ന് തോന്നുന്ന നിമിഷം ഉണ്ടായിരുന്നു. ആ നിമിഷത്തിൽ ഭഗവാന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇനി ഞാൻ എന്താ ചെയ്യുക എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ, ഞാനില്ലേ നിനക്ക് എന്ന് ചോദിക്കുന്ന ഒരു കൃഷ്ണനെയാണ് ഞാൻ അവിടെ കണ്ടത്. ആ മഹാപ്രഭു അന്നും ഇന്നും എന്നും എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ രാജി ചേച്ചിയെ ഓർമ്മിപ്പിച്ചതാണ്, ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുള്ള നീ, ഇത്രയും മാനസിക പ്രയാസങ്ങളുള്ള നീ എന്നെ മറന്നത്? ഇതാണ് ഭഗവാന്റെ ചോദ്യം. മറക്കാതിരിക്കൂ, നാരായണീയം മുറുകെ പിടിക്കൂ, ഭഗവാന്റെ പാദം മുറുകെ 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 പിടിക്കൂ. ചേച്ചി ഉഷാറായിട്ട് തിരിച്ചു വരൂ കേട്ടോ. അടുത്തതായിട്ട് ഷൈനി സതീശൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത 3 വയസ്സുള്ള വാവയ്ക്ക് കൈ മൊത്തം തീപ്പൊള്ളലുണ്ടായി. അത് കുഞ്ഞിന് പെട്ടെന്ന് മാറാൻ ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? നെയ്യ് ഒഴിച്ച് തിരിയിട്ട് വിളക്ക് വെച്ച് കത്തിച്ച് നാമം ജപിക്കുകയാണ് വേണ്ടത് വീട്ടിൽ. ഒപ്പം തന്നെ നെയ്യ് വിളക്ക് കൊടുത്തോളാം ഗുരുവായൂരപ്പനെ എന്ന് പറയാം. പക്ഷെ ഇട്ടാക്കല്ല കേട്ടോ, വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കൂ. നെയ്യ് നിറച്ചൊഴിച്ച് കത്തിച്ച് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കൂ. അതാണ് വേണ്ടതെന്നാണ് പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു മറുപടി കേട്ടോ. ഇതിന്റെ ലോജിക് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഈ ചോദ്യം എടുക്കുന്ന സമയത്ത് എൻ്റെ വായിലുണ്ടായിരുന്ന മറുപടിയല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. ഇത് ഭഗവാൻ പറഞ്ഞതായി കണക്കാക്കൂ, ഇങ്ങനെ തന്നെ ചെയ്യൂ കേട്ടോ. എൻ്റെ വാക്ക് ഭഗവാന്റെ വാക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിച്ച്, നമുക്കൊരു മാർഗം ഭഗവാൻ കാണിച്ചു തരുന്നതായിട്ട് വിചാരിക്കൂ. അടുത്തതായിട്ട് സിന്ധു VP എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, കുട്ടികൾ പഠിക്കുകയാണ്, അപ്പോൾ അവർക്ക് വേണ്ടി സന്താന ഗോപാല മന്ത്രം വിളക്ക് വെച്ച് നാമം ചൊല്ലുന്ന സമയത്ത് ചൊല്ലാൻ പാടുമോ? ഞാൻ ഇന്ന് ആദ്യമായിട്ട് സന്താന ഗോപാല മന്ത്ര പുഷ്പാഞ്ജലി കുട്ടികളുടെ പേരിൽ ചെയ്തു. അപ്പോൾ അവിടുത്തെ തിരുമേനി പറഞ്ഞു, പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പുഷ്പാഞ്ജലി ചെയ്യാൻ പാടില്ല എന്ന്, അതുപോലെ സന്താന ഗോപാല മന്ത്രവും ചൊല്ലേണ്ട എന്ന്. ഈ കാര്യം എന്ന് പറഞ്ഞു ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ആൾക്കാരെ നിങ്ങൾ കേൾക്കുക വേണ്ട. തിരുമേനി ആയിരിക്കാം, തന്ത്രി ആയിരിക്കാം, ഒക്കെ വലിയ ആളായിരിക്കാം. ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് ആണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കാനേ പോകണ്ട. നോക്കൂ, മരണശയ്യയിൽ കിടക്കുന്ന ഒരാളാണ് വിചാരിക്കുക, ഒരു 80-ലധികം വയസ്സായിട്ട്. അദ്ദേഹത്തിന്റെ പേരിലെ മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുകയാണ്. അദ്ദേഹം മൃത്യുവിനെ ജയിച്ചുകൊണ്ട് തിരിച്ച് ഊർജ്ജസ്വലനായി ഓടി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനല്ല, അദ്ദേഹത്തിന് സുഖമാവാൻ, ആശ്വാസം നൽകാൻ, അങ്ങേ ലോകത്തൊക്കെ പോവാൻ എന്ന രീതിയിലും വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. എന്തുകൊണ്ട് ചെയ്തുകൂടാ? മഹാമൃത്യുഞ്ജയ ഹോമം ഇങ്ങനെ പടുവൃദ്ധനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യേണ്ടത്? അത് കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വയ്യാതാവുമ്പോഴല്ലേ ചെയ്യേണ്ട? അങ്ങനെ ഒരു നിയമവും ഇല്ല. അങ്ങനെ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? വെറുതെ പറയുന്നതാ. ഇതേപോലെ സന്താന ഗോപാല മന്ത്രം കൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്ന ഒരാൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പഠനത്തിനൊന്നും സന്താന ഗോപാലം ചെല്ലരുത്. അത് നിറഗർഭിണികൾ ചെല്ലേണ്ടതാ. അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് എക്സ്പെക്ടിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ മന്ത്രം. അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ചൊല്ലി ഗുരുവായൂരപ്പനെ പ്രീതിപ്പെടുത്തൂ, സന്തോഷിപ്പിക്കൂ, കൂടെ കൂട്ടൂ. ഇഷ്ടമുള്ള മന്ത്രം, അത് എന്ത് ഇന്നത് എന്നൊന്നുമില്ല കേട്ടോ. ഗുരുവായൂരപ്പനെ 4 ചീത്ത പറയുന്നവരുടെ കൂടെയും ഭഗവാൻ ഉണ്ടാവും എന്നാ പറയാറുള്ളത് കേട്ടോ. കംസവധമൊക്കെ വർണ്ണിക്കുന്ന സമയത്താണ് ആചാര്യൻ ഇത് എടുത്തെടുത്ത് പറയാറുള്ളത്. 12 വർഷക്കാലം ഊണിലും ഉറക്കത്തിലും ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച ആളാണ് കംസൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ജീവനുകൾ എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന്. സുഖമല്ലേ അമ്മാവാന്ന് ചോദിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യാൻ എന്ന രീതിയിൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെന്താ കാണുന്നത്? നല്ലോണം ചിരിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട് കൃഷ്ണനെ. കണ്ടാൽ എന്തൊരു ഭംഗിയുണ്ടാവുക അല്ലെ? ഏതാണ്ട് ഒരു കൗമാരപ്രായക്കാരനെ അദ്ദേഹം ഓടി വരുന്നത് കണ്ടപ്പോൾ പക്ഷെ കംസൻ എന്താ തോന്നി? ഇതാ എൻ്റെ മരണം ഓടി വരുന്നു എൻ്റെ അടുത്തേക്ക് എന്ന്. അദ്ദേഹം ആ നിമിഷം തന്നെ അറ്റാക്ക് വന്ന പോലെ വീണ് അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഭഗവാൻ കെട്ടിമറഞ്ഞു. അതോടുകൂടി കംസവധം കഴിഞ്ഞു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇന്ന രീതിയിൽ ഭഗവാനെ ഭജിക്കണമെന്നോ ഇന്ന മന്ത്രം കൊണ്ട് ഭഗവാനെ സ്തുതിക്കണമെന്നോ എവിടെ നിയമമില്ല. നമ്മുടെ ഉണ്ണികൃഷ്ണൻ നിയമങ്ങൾക്ക് അതീതനാണ്. എല്ലാ നിയമങ്ങൾക്കും അതീതനാണ് ഗുരുവായൂരപ്പൻ എന്ന് അറിയുന്ന ഒരു ഭക്തയ്ക്ക് ഏത് മന്ത്രം കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഭഗവാനെ സ്തുതിക്കാം. ഇത്തരക്കാരോട് പറയാ, ആണോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ അടുത്ത തവണ വിദ്യാഗോപാല മന്ത്ര അർച്ചന ചെയ്യാം, അങ്ങ് ഇപ്പൊ ഇതെനിക്ക് ചെയ്തു തന്നോളൂ എന്ന് പറഞ്ഞു പോവുക. അടുത്ത തവണ ചെല്ലുമ്പോൾ വീണ്ടും ഇതന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഓ എനിക്ക് കുറച്ച് മറവിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഭജിച്ചോളൂ, പക്ഷെ ആരെയും എതിർത്തൊന്നും പറയണ്ട കേട്ടോ. അയ്യോ അവരങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ അറിയാം, ആ രീതിയിൽ പറയണ്ട, അത് അവർക്കും വിഷമാവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ ഉറച്ചു നിന്നോളൂ കേട്ടോ. വിശ്വാസമാണ് പ്രധാനം, ബാക്കിയെല്ലാം അതിന് താഴെ വരുള്ളൂ. അടുത്തതായിട്ട് ലതിക പ്രദീപ് എന്ന ഭക്തയാണ്.
സവിത നമസ്കാരം. നമ്മുടെ വീട്ടിൽ കൃഷ്ണ വിഗ്രഹം വെക്കുമ്പോൾ മഞ്ഞ പട്ടിൽ പൊതിഞ്ഞു വെക്കണമെന്നും ഒരു ഓടക്കോഴിലും മയിൽപ്പീലിയും വേണമെന്നും പട്ടിൽ വെക്കണമെന്നും ഒരു ഓടക്കോഴിലും മയിൽപ്പീലിയും വേണമെന്നും പറയുന്നത് കേട്ടു. അതിനെപ്പറ്റി പറഞ്ഞു തരാം. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ അനേകം കൃഷ്ണ വിഗ്രഹങ്ങളുണ്ട്. കൃഷ്ണ വിഗ്രഹങ്ങളുടെ പ്രത്യേകത അത് തന്നെ ഒരു പീഠത്തിലാണ് വരികയല്ലോ. അതല്ലാതെ വേറൊരു പീഠം നമ്മളുടെ വകയായിട്ട് നമ്മൾ വെക്കും. അതായത് ഏതെങ്കിലും ഒരു ഉയർന്ന സ്റ്റാൻഡോ അതല്ലെങ്കിൽ പൂജാമുറി ആണെങ്കിൽ തന്നെ ഒരു തട്ട് കെട്ടി വാർത്ത മാതിരി ഉണ്ടാവും. എൻ്റെ അവിടെ അങ്ങനെയാണ്. പൂജാമുറി ഒരു സ്റ്റെപ്പിൻ്റെ ഒരു ഇത്തിരി ഉയരത്തിൽ, അതായത് ഏതാണ്ട് നമ്മുടെ മുട്ടോളം ഉയരമുള്ള ഒരു സ്റ്റെപ്പ് പോലെ കെട്ടി അതിൻ്റെ മുകളിലാണ് കൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത്. അവിടെ മഞ്ഞപ്പട്ടൊന്നും വിരിച്ചിട്ടില്ല. പിന്നെ നാച്ചുറലി അതിലൊക്കെ മയിൽപ്പീലികളുണ്ട്. മയിൽപ്പീലി വാങ്ങുമ്പോൾ തന്നെ ഉണ്ട്, ഓടക്കോലും വാങ്ങുമ്പോൾ തന്നെ ഉണ്ട്. ഇനി ഇത് ഇല്ലെങ്കിലല്ലേ നമ്മൾ ഇത് വീണ്ടും വെക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നിയമങ്ങൾക്ക് അതീതനാണ് എൻ്റെ കൃഷ്ണൻ. എന്തായാലും നിയമങ്ങൾക്ക് അതീതനാണ്. അപ്പോൾ അതൊന്നും വിഷമിക്കേ വേണ്ട കേട്ടോ. അടുത്തതായിട്ട് സീമാറാണി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വന്നിരുന്നു. ഞാനും മോനും കൂടി വരിയിൽ നിന്ന് രാത്രി 11:30 വരിയിൽ നിന്നിട്ട് രാവിലെ 6:30 ആയിട്ട് പോലും ദർശനം കിട്ടിയിട്ടില്ല. മോനാണെങ്കിൽ ശയനപ്രദക്ഷിണം ഉണ്ടായിരുന്നു. കൂടെയുള്ള ആളിന് പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞു. അതുകൊണ്ട് 7:30 ആവും ദർശനത്തിന് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ശയനപ്രദക്ഷിണം ചെയ്തു പോയി. വളരെ വിഷമത്തിലാണെന്നാണ് സീമ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ശയനപ്രദക്ഷിണം ഉരുളണം എന്ന് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ ഒരു 5 മണി വരെ നിൽക്കുക. വരി വിട്ട് തരുന്നില്ല എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ശയനപ്രദക്ഷിണം ചെയ്ത് വരാമെന്ന് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് പറഞ്ഞ് പേരെഴുതി നിങ്ങളൊരു സ്ലിപ്പ് വാങ്ങി പോയിട്ട് നിങ്ങൾ ശയനപ്രദക്ഷിണം ചെയ്ത് തിരിച്ചു വന്ന് നിൽക്കാം. നിങ്ങൾക്ക് വരിയില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഇറങ്ങി പോകുന്ന വരി ഏതാണോ ആ വരിയുടെ നമ്പറും നമ്മുടെ പേരും കൂടി അവിടെ അവർ നോട്ട് ചെയ്തിടും. സെക്യൂരിറ്റീസ് നോട്ട് ചെയ്തിടും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ സെയിം വരിയിൽ സെയിം പൊസിഷനിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത് വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. വരിയിൽ കയറി സ്ഥാനം പിടിച്ച് ഉടനെ ഇറങ്ങി പോകാം അങ്ങനെ വിചാരിക്കരുത്. അതിനവിടെ കുറച്ച് നിയമങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ലിപ്പ് എഴുതി തരും അവർ. ആ സ്ലിപ്പ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ശയനപ്രതി ഇപ്പോൾ സീമ ചേച്ചിക്ക് 11:30 വരിയിൽ നിന്നു എന്ന് പറഞ്ഞു. ഭഗവാന്റെ നട തുറക്കാൻ തന്നെ 3 മണിയാവും. അപ്പം അത്രയും നേരം നിങ്ങൾ വരിയിൽ നിന്നത് നട തുറന്നിരിക്കുന്ന സമയത്തല്ല. പിന്നെ ഓരോ പ്രൊസീജിയറായിട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ 7:30 ആവും ദർശനത്തിന് എന്ന് പറയാൻ കാരണം 6 മണിക്ക് ശേഷം ദർശനം ബുദ്ധിമുട്ടാവും. പിന്നെ 7 മണി ക്കുള്ളിൽ ശിവേലി നടക്കുന്ന സമയമാണ്. ശിവേലി കഴിഞ്ഞിട്ട് പിന്നെ 7 മണി എന്നുള്ളത് 7:30 ഒക്കെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 5 മണി വരെ വെയിറ്റ് ചെയ്യുക. 5 മണിയായിട്ടും കടത്തി വിടുന്നില്ല എന്ന് വെച്ചാൽ ശയനപ്രദക്ഷിണം ചെയ്തു വരാനുള്ള സമയം ഒരു അരമണിക്കൂർ ചോദിക്കുക. പോവുക, ശയനപ്രദക്ഷിണം ചെയ്യുക, ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് വീണ്ടും ഇവിടെ വന്ന് നിന്നാൽ ആ ശയനപ്രദക്ഷിണത്തിന്റെ സമയം നമുക്ക് ഇവിടെ ലാഭിക്കാം. അപ്പം അത്ര നേരം കൂടി നമുക്ക് വേണമെങ്കിൽ വരിയിൽ നിന്ന് തൊഴുതിട്ട് വേണമെങ്കിൽ പോകാമായിരുന്നു. അതറിയാത്തതുകൊണ്ടാണ് സീമ ചേച്ചിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അതുകൊണ്ടാണ് ഞാനിത് പറയണം. ഇങ്ങനെയുള്ള അനേകം ഭക്തരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ്. വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കൂ കേട്ടോ. ഷീല കൃഷ്ണകുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് തുലാഭാരം തൂക്കുക? എപ്പോൾ വന്നാലും ചെയ്യാൻ പറ്റും? എപ്പോൾ വന്നാലും ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ മുൻപ് 5 മണിക്ക് നട 3 മണിക്ക് തുറന്നാലും 5 മണിക്കായിരുന്നു തുലാഭാര കൗണ്ടർ തുറക്കുക. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. 3 മണിക്ക് നട തുറന്നാൽ 3:30 ആകുമ്പോഴേക്കും തുലാഭാര കൗണ്ടറും തുറക്കും. അതിനുശേഷം പിന്നെ നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും നമുക്ക് തുലാഭാരം തൂക്കാം. അതായത് പന്തീരടി പൂജയ്ക്ക് നേദ്യമായാൽ, ഉച്ചപൂജയ്ക്ക് നേദ്യമായാൽ, അത്താഴ പൂജയ്ക്ക് നേദ്യമായാലൊക്കെ കുറച്ച് നേരം നിർത്തിവെക്കും. ബാക്കിയുള്ള എല്ലാ സമയത്തും നമുക്ക് തുലാഭാരം തൂക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. നാളെ ആ പെൻഡിങ് വെച്ച എല്ലാ ചോദ്യങ്ങളും കൊണ്ട് നിങ്ങളെ കാണാൻ വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.